ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മാമൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഹരിക്കുട്ടേൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ തലേന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ബോൺമതാലായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണെങ്കിൽ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു അവന് എന്തെങ്കിലും ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഗിഫ്റ്റായിട്ട്. എനിക്കാണെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറേ നാൾക്ക് ശേഷം ഓണത്തിനാണ് ലാസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം മീറ്റ് ചെയ്യാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ രാത്രി വെറൈറ്റി ആയിട്ട് രാത്രി അവന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇതേ ഞാൻ അവനാണെങ്കിൽ ലെറ്ററൊക്കെ എഴുതി കൊടുത്തു. ഇതൊക്കെ അവന് മെമ്മറി, അവിടത്തേക്കൊന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ അവനൊരു മെമ്മറി ആയിക്കോട്ടെ. ഇന്നത്തെ ജനറേഷനിൽ ആരാണ് ലെറ്ററൊക്കെ എഴുതാം അല്ലേ. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബർത്ത്ഡേ വിഷിങ് കാർഡൊക്കെ ആയിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഇതേ നമ്മളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്, അവനാണെങ്കിൽ 10 മണിക്കാണ് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ വേഗം ഓടിപ്പാഞ്ഞ് ഞാൻ പറഞ്ഞു, വേഗം വായത് അവിടെ കട്ടിങ്ങും കേക്ക് കട്ടിങ്ങും ഒക്കെ നടക്കും, നമുക്കാണെങ്കിൽ വിഷ് ചെയ്യാനും പറ്റില്ല, കേക്ക് കട്ട് ചെയ്യണത് വീഡിയോ ക്യാപ്ചർ ചെയ്യാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവരാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണോന്നും അറിയില്ല നേരത്തെ വരാൻ പറ്റിയത്. ഇത്തിരി കൂടിയും ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പം അങ്ങനെ ഇതേ നമ്മൾ അരങ്ങും കാര്യങ്ങളും അതൊക്കെ വെക്കലായിരുന്നു. ആദുബാബിയാണെങ്കിൽ കൂടെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദുബാബിയുടെ വക ഇത്തിരി കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അവിടെയുള്ള ബലൂൺസൊക്കെ ഇത്തിരി അടിച്ചു മാറ്റുക, ഇവിടെയുള്ള ബലൂൺസൊക്കെ അടിച്ചു മാറ്റുക അങ്ങനെ. പിന്നെ നമ്മൾ കുറേ ഞാൻ പറഞ്ഞില്ലേ 6 മന്തിൽ ഓണത്തിന് മീറ്റ് ചെയ്തായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ എല്ലാവരാണെങ്കിൽ അവരുടേതായിട്ടുള്ള ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കസിൻസ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ. പിന്നെ പിള്ളേർക്കാണെങ്കിലും ആദൂനാണെങ്കിൽ വിയാരനെ കാണുമ്പോഴാണെങ്കിലും ഹരിക്കുട്ടനും ഷാരാണെങ്കിൽ അവിയനെ ഫുൾ ടൈം എടുക്കും. അഷ്ടേച്ചും നീമിയും മാമന് ആദ്യം ഭയങ്കര ചങ്കായി നോക്കിയാട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ലവീനെ പിന്നെ എല്ലാവരും എടുത്ത് നടക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല റെസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ലവീനെ എടുത്ത് നടക്കുമായിരുന്നു. പിന്നെ അച്ഛനമ്മയും ഞങ്ങളെല്ലാവരും കൂടി നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഓരോ ഫങ്ഷൻസൊക്കെ വരും. മാമൻ തലേന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ അയ്യോ മാമ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമായിട്ടാണ് ഇരിക്കണേ വരാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അമ്മാമ്മേനെ കാണാനും ഈ പ്രാവശ്യമാണെങ്കിൽ അമ്മാമ്മേനെ കാണാൻ പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അമ്മാമ്മയാണെങ്കിൽ പണ്ടത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ, എനിക്കാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റോറീസൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കിങ്ങനെ മോട്ടിവേഷൻ പോലെയല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മാമ്മയുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് എനിക്കിഷ്ടമാണ് അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങളിത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളാണ്. ഞാൻ പിന്നെ ഫോട്ടോസ് അധികം എടുക്കാറില്ല, വീഡിയോസാണ് എടുക്കാറ്. കാരണം എനിക്ക് ഇതൊക്കെ വ്ളോഗായിട്ട് ഇടുമ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും ഇവർക്കാണെങ്കിലും ഒരു കുറേ നാൾ കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ ഒക്കെ ഒരു എന്ത് സന്തോഷമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഫോട്ടോസൊന്നും എൻ്റെ ആണെങ്കിലും കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ആണെങ്കിൽ എല്ലാവരും ഞാൻ വീഡിയോസ് ഞാൻ ഒന്ന് ക്യാപ്ചർ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഷാര ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൾക്കാണെങ്കിൽ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൾ കുറേ കൊഞ്ചിക്കും കേട്ടോ. അഷ്ടേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്, അഷ്ടേച്ചും കൊഞ്ചിക്കും. പക്ഷെ ഷാരാണെങ്കിൽ വാവ ഉറങ്ങാനൊന്നും വാവാനും സമ്മതിക്കില്ല, അവൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആദ്യം ആണെങ്കിൽ ബലൂൺ അവിടെ എടുത്ത് വെക്കാൻ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ടൈം ആകുമ്പോൾ കേട്ടോ അമ്മാമ്മ കുറച്ച് ഒരു 10 minutes ഒക്കെ കേട്ടോ വൈകുള്ളൂ. അപ്പോഴേക്കും ഇതേ അമ്മാമ്മയും ഇവരൊക്കെ വന്നു. ഞാനാണെങ്കിൽ വീഡിയോസ് ഭയങ്കര ഓർഡറായിട്ടൊന്നുമില്ല എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്കറിയാമല്ലോ പിള്ളേരുള്ളതിൻ്റെ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തു, എല്ലാവരും ക്യാപ്ചർ ചെയ്തു. വലിയ മാമൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാമൻ വന്നില്ല. രാഹുലിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. രാഹുൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷാരയുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ടൈമായപ്പോൾ ഞാൻ എടുത്തില്ല തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മീൻസ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. രാഹുലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹരിക്കുട്ടനാണെങ്കിൽ എടുക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇങ്ങനെ ചിണുങ്ങി കയറാൻ നോക്കലും കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ ഒക്കത്ത് കയറിയിട്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് നമ്മുടെ ലവ്വി ബാബി പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ. ഞാനാണെങ്കിൽ ഏട്ടൻ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നു കേട്ടോ ബർത്ത്ഡേക്ക്. അതാണ് ഞാനിട്ടേ.
പിന്നെ അമ്മാമ്മയ്ക്കാണെങ്കിൽ ലവ്വിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മാമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ അമ്മയുണ്ട്, മുത്തിയമ്മാമ്മയുടെ ചായ ഉണ്ടെന്നാണ് പറയാറ്. കല്യാണി എന്ന് കേട്ടോ മുത്തിയമ്മാമ്മയുടെ പേര്. അപ്പോൾ മുത്തിയമ്മാമ്മയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ ലവ്വിനെ. അമ്മാമ്മ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ അമ്മാമ്മ ഇങ്ങനെ കൊഞ്ചിക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ലവ്വിനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ടിട്ട് കേട്ടോ. വിയാരനൊക്കെ കൊഞ്ചിച്ചിട്ടുണ്ടാവും, ഞാൻ ചെറുപ്പത്തിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ലവ്വിനെ എനിക്ക് അമ്മാമ്മ ഇങ്ങനെ കൊഞ്ചിക്കണം എനിക്ക് നേരിട്ടിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ കേക്കാണെങ്കിൽ നല്ല ബ്ലൂബെറി കേക്കായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു റാസ്ബെറി ആണോന്ന്, പക്ഷെ നല്ല ബ്ലൂബെറി കേക്കായിരുന്നു. ആദ്യം കഴിച്ചപ്പോൾ ആ ബൈറ്റിൽ വലിയ ടേസ്റ്റ് തോന്നില്ല, പിന്നെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ തന്നെ കുറേ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നേരത്തെ ഇങ്ങോട്ട് വരണോണ്ട്. അപ്പോൾ ആ കുറേ കേക്കൊക്കെ എടുത്ത് തിന്നു. സദ്യ ഒക്കെ നന്നായിട്ട് സദ്യ ആയിരുന്നു വെച്ചിട്ടുണ്ടെന്നെ, നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല അടിപൊളി സദ്യ ഒക്കെ കഴിച്ചു. പിന്നെ ഇത് ഇങ്ങനെ വിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ മാമൻസ്, ഇത് സിന്ധു ആൻറ്റി, മാമൻ്റെ വൈഫാട്ടോ സിന്ധു ആൻറ്റി, ഹരിക്കുട്ടിൻ്റെ അമ്മ. ഇത് നമ്മുടെ നീമ കേട്ടോ. നീമയാണെങ്കിൽ അച്ഛൻ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആട്ടോ നീമ. പിന്നെ അഷ്ടേച്ചി ഉണ്ട്, ഷാരുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളും ഇങ്ങനെ ഓരോ ചെയ്യലും. ഞാനാണെങ്കിൽ വീഡിയോ ക്യാപ്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ ആട്ടോ. ഞങ്ങൾ പണ്ട് അമ്മാമ്മയുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ എല്ലാവരും കൂടിയിട്ട് കൊറ്റനല്ലൂർ, കൊറ്റല്ലൂരാന്ന് തോന്നുന്നു പറയാം. അവിടെ എനിക്ക് മെമ്മറികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാ ഫാമിലി, അമ്മാമ്മയ്ക്ക് 4 മക്കളാട്ടോ. 4 മക്കളാണ്. താഴെയുള്ള ഒരു ആങ്ങള മരിച്ചുപോയി. അപ്പോൾ 4 പേരാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ മുത്തിയമ്മാമ്മയുടെ ബർത്ത്ഡേ ആകുമ്പോൾ ഞങ്ങളവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ പോണ സമയത്താണെങ്കിൽ ഞാനൊക്കെ ചെറിയ കുട്ടി, എനിക്കൊക്കെ 4 വയസ്സ്, 4th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡിലൊക്കെ ഇരിക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എല്ലാ ഫാമിലിയും കൂടിയിട്ട് വന്നിട്ട് അമ്മാമ്മയുടെ 19th ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 90-ാം പിറന്നാൾ ആഘോഷിച്ച ഒരു ഓർമ്മയുണ്ട്. അന്നാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇത്രയും ന്യൂജൻ ആ ഒരു ഇതില്ലല്ലോ, ഫോണൊന്നും അങ്ങനെ ഇല്ല ഭയങ്കരമായിട്ട്. ജസ്റ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യായിരിക്കും, അല്ലാണ്ട് ഫോണിൽ വീഡിയോ ക്യാപ്ചറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും സ്റ്റിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ആ ദിവസം ഹരിക്കുട്ടൻ കട്ട് ചെയ്യണ സമയത്ത് അതുപോലെ വേണ്ടാന്നൊക്കെ, കട്ട് ചെയ്യണ്ടെന്നൊക്കെ കേട്ടോ. ഞാൻ വിചാരിച്ചു കൈ ഇട്ടിട്ട് ഇതാക്കുന്നു, എന്നാലും ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ അവൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനങ്ങനെ അലമ്പൊന്നും കാട്ടിയില്ല, അവനിങ്ങനെ നോക്കിയിരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കത്തി കിട്ടാണ്ടായിരുന്നു കേട്ടോ. കത്തി കിട്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ സെലിബ്രേഷനൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിനൊരു സന്തോഷം അല്ലേ. നമ്മളെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ, വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമല്ലേ. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണം, ആദ്യം കത്തി കൊടുത്തിട്ട് എന്തുട്ടോ ചെയ്യണ്ടെന്നൊക്കെ കേട്ടോ. പിന്നെ ഇത് ഞാൻ എൻ്റെ തന്നെ ആരും ക്യാപ്ചർ ചെയ്യാല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്യണ്ട കേട്ടോ. പിന്നെ പയ്യൻ നൈസായിട്ട് ആദ്യൻ്റെ കത്തിയൊക്കെ ഞങ്ങൾ മേടിച്ച് വെച്ചു. അവനും കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ പോക്കറ്റിൽ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് ഇതായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവന് ഗിഫ്റ്റ്സ് ഒക്കെ, പണ്ടൊക്കെ നമുക്ക് കുറേ ഗിഫ്റ്റ്സ് അല്ല, അപ്പോൾ ഗിഫ്റ്റ്സ് അല്ല മിക്കവരും ക്യാഷ് ആയിട്ടോ കൊടുത്തത്. അപ്പോൾ ഗിഫ്റ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വെച്ചു അതൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെയാണ് ഒരു ത്രില്ല്, ഒരു സന്തോഷം. പിന്നെ കേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ നന്നായി കഴിച്ചു. നല്ല യമ്മി കേക്കായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ സദ്യ ആയിരുന്നു കേട്ടോ, നല്ല സദ്യ ആയിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചതിൻ്റെ വീഡിയോ ആണ്. പിന്നെ മാമൻ്റെ വാച്ച് എൻ്റെ ഫേവറേറ്റ് വാച്ച് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ആഡോ വാച്ചാണ്, അത് ജസ്റ്റ് ഒന്ന് കാട്ടിയതാണ്. പിന്നെ ഇതേ മാമനും ഹരിക്കുട്ടനും ലവ്യും എല്ലാവരും കൂടിയിട്ട്, അമ്മാമത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്നൊരു ഫാമിലി വീഡിയോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ലവ്വിനെ എല്ലാവരും എടുത്ത് നടക്കലും കാര്യങ്ങളും. അതിൻ്റെ കുറുമ്പ് അൺസഹിക്കബിൾ കുറുമ്പായിരുന്നു കേട്ടോ. അവിടെ ഓടലും ഇവിടെ ഓടലും. പിന്നെ അവസാനം ഞങ്ങൾ ഓരോന്ന് ചെയ്യണ സമയത്ത് മാമൻ അവൻ്റെ കൂടെ പൈപ്പിൻ്റെ അടുത്ത് നിന്നു കേട്ടോ. മാമൻ കൂടെ നിന്നിട്ട് അവനെ നോക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും ഭയങ്കര ചങ്ക്സ് ആയിട്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സദ്യക്കാണെങ്കിൽ പായസം, 2 കൂട്ടം പായസം, പിന്നെ കടും പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സന്തോഷമായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. പോവാൻ നിൽക്കുന്ന നേരവും ഭയങ്കര സന്തോഷമായിട്ടാട്ടോ പോയെ, എല്ലാവരും കാണാൻ പറ്റി. പിന്നെ അമ്മാമ്മയുടെ കുറേ പോസിറ്റീവ് കഥകൾ കേൾക്കാൻ പറ്റി.
പിന്നെ മാമനും ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറയും. വലിയ മാമനെ പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ വിൻറ്റേജ് വൈബ് ഒന്നും ഇട്ടതല്ല ഗായ്സ്. ഇതാണെങ്കിൽ നമ്മുടെ ഐഫോണിലുണ്ടല്ലോ ബാക്കിൽ അമ്മ ലെൻസുമ്മ തൊട്ടിട്ട് ബ്ലർ ചെയ്താണ്. അമ്മ പറഞ്ഞു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ, എന്തോ സംഭവം പോലെയൊന്നും. പിന്നെ മനസ്സിലായേ, നോക്കുമ്പോൾ അമ്മ തൊട്ടിട്ട് ആ ബ്ലർ ആയിക്കായിരുന്നു. പിന്നെ അറ്റത്തേക്ക് എന്താട്ടോ രാഹുൽ ചേട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മിനി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ ഒരു നിങ്ങളുടെ ഫാമിലിയൊക്കെ മിസ് ചെയ്തു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഓർമ്മ വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ നല്ല ഹാപ്പിനെസ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ